വെൽക്കം ടു Xylem ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏതായിരുന്നു മൂന്നാമത്തെ ചാപ്റ്റർ? പ്ലേയിങ് വിത്ത് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു പഠിക്കാൻ. അതാണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സേ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറുമല്ലേ, അപ്പോൾ ഇത് ഉണ്ടാവുമോ എന്ന് ചോദിക്കും. ഈ ഒരു സാധനം പഠിച്ചിരുന്നാൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് എത്ര തന്നെ വലിയ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ തന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഡിവിസിബിലിറ്റി ടെസ്റ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യമേ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ഡിവിഷൻ ഒന്നും ചെയ്യാതെ, നമുക്ക് ഡിവിഷൻ ചെയ്യാതെ തന്നെ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുകൊണ്ട് തീരുമാനിക്കാം. ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം? മൈൻഡ് മാത്ത് എന്നൊക്കെ പറയില്ലേ, മനക്കണക്കായിട്ട് ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അഡ്വാൻസ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ വലിയ ഡിവിഷന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാലോ, വലിയ കുറേ എഴുതാനൊക്കെ ഉണ്ടാവും അല്ലേ. ആക്ച്വലി ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും സിമ്പിൾ ആക്കി തരുന്ന ഒരു കാര്യമാണ്. അപ്പം മിസ് കുറേ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയുന്നില്ല, നേരെ റൂൾസിലേക്ക് കടക്കുവാണ്. ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 2 എന്ന് പറയുന്ന നമ്പർ, 2 എന്ന് പറയുന്ന നമ്പറിനെ പറ്റിയാണ്. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2. അതായത് ഒരു നമ്പർ മിസ്സിന് തന്നു. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 24 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, 24 ഡിവൈഡഡ് ബൈ 2 പറ്റുമോ? 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിനർത്ഥം ഇവിടുത്തെ റിമൈൻഡർ 0 ആവണം. റിമൈൻഡർ 0 ആവുമോ എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? സിമ്പിൾ ആടാ, വെരി 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 സിമ്പിൾ. ലാസ്റ്റത്തെ നമ്പർ ഇല്ലേ, ഏതൊരു നമ്പറിന്റെയും എത്ര തന്നെ വലിയ നമ്പർ ആയാലും എത്ര തന്നെ ചെറിയ നമ്പർ ആയാലും ഈ ലാസ്റ്റത്തെ നമ്പർ 24680 ഇതാണോ നോക്കിയാൽ മതി. അതായത് 0ലും 2ലും 4ലും 6ലും 8ലും എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെരി ഈസി, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈവൻ നമ്പർ ആണോ? ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 കാര്യങ്ങൾ ഏതോ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്ത നോക്കിയേ, ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ മിസ് ഒരു നമ്പർ എടുക്കുകയാണ് 123. 123 ഡിവൈഡഡ് ബൈ 3. ഇത് നടക്കുമോ? അതായത് 123നെ കറക്റ്റ് 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞതാ, ഇത് ചെയ്യണം 123 ഡിവൈഡഡ് ബൈ 3, ഇത് മുഴുവൻ ഇരുന്ന് ചെയ്യണം. ആക്ച്വലി വേണ്ട, അത് ചെയ്യണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 + 2 + 3 ചെയ്താൽ മതി. ഇത് എത്രയാ? 2 + 1 3 + 3 6. ഈ 6 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അറിയാം അല്ലേ, 3ന്റെ ടേബിളിൽ 6 ഉണ്ട്. യെസ്, പറ്റും. അപ്പൊ അതിനർത്ഥം 123 ഡിവൈഡഡ് ബൈ 3 പറ്റും എന്നാണ്. 123നെ കറക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു പാടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. റിമൈൻഡർ 0 ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്താ ഇവിടെ നമ്മൾ ചെയ്തേ? 1നെയും 2നെയും 3നെയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കി, ഡിജിറ്റുകളുടെ സം എടുത്ത് നോക്കി, അത് 3യുടെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കുക, ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4. 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ അതിലെളുപ്പമാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റത്തെ 2 നമ്പർ ചെക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 5632 ഡിവൈഡഡ് ബൈ 4 പറ്റുമോ ഇല്ലയോ? ഇതാണ് ക്വസ്റ്റ്യൻ. 5632 ഡിവൈഡഡ് ബൈ 4 പറ്റുമോ ഇല്ലയോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആലോചിക്കും, അയ്യോ പെട്ട് അല്ലേ, വലിയ നമ്പറാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ്, കുറേ നേരം എടുക്കും. ഒന്നുമില്ല, ഈ ലാസ്റ്റ് 2 നമ്പർ എടുക്കുക. ഈ 2 നമ്പർ, ലാസ്റ്റ് 2 നമ്പർ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ലാസ്റ്റ് 2 നമ്പർ 4ന്റെ ടേബിളിലുണ്ടോ? ഉണ്ട് അല്ലേ, 4 ടേബിളിൽ 8 × 4 32 അല്ലേ, കറക്റ്റ്. അതിനർത്ഥം ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണ്. നിങ്ങൾ ഇനി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് 4 ആക്കി കറക്റ്റാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളാണ്. അത് കഴിഞ്ഞു. ഇനി 5ന്റെ കാര്യം മിസ് പറയേണ്ട ആവശ്യമില്ല, കാരണം 5ന്റെ ഡിവിസിബിലിറ്റി എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഡിജിറ്റ് ഏതൊരു നമ്പർ എടുത്താലും 1 2 3 4 5, ഈ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 അല്ലെങ്കിൽ 0, 5ഓ 0ലോ എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് 5നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെരി ഈസി ആണല്ലേ. 5ഓ അല്ലെങ്കിൽ 0ഓ വന്നാൽ മതി. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒന്നാണ് അവസാനത്തെ ഡിജിറ്റ് എങ്കിൽ അത് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റെഡി? അടുത്ത നോക്കുക, 6. 6ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാ ചെക്ക് ചെയ്യുക?
ഇത് ചെക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ എന്ത് പറയാം? ഇപ്പം 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 into 3 ആണ് അല്ലേ? അപ്പോൾ 2ന്റെ ഡിവിസിബിലിറ്റി എന്താന്ന് നമുക്കറിയാം, 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താന്ന് നമുക്കറിയാം. ഈ രണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ 24 എടുക്കാം. 24 ഡിവൈഡഡ് ബൈ 6 പോസിബിൾ ആണോ അല്ലയോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം 24 ഒരു ഈവൻ നമ്പർ ആണ്, 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. 6 എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 3 കൊണ്ടും പറ്റും. ശരിയല്ലേ? അപ്പൊ 2 കൊണ്ടും 3 കൊണ്ടും പറ്റും, അതായത് 6 കൊണ്ട് പറ്റും. 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇത്രയേ ഉള്ളൂ. കാരണം 6ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിന് 2നെ കൊണ്ടും പറ്റുമെങ്കിൽ 6നെ കൊണ്ടും പറ്റും. സിമ്പിൾ. 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാ നോക്കിയേ? ഡിഫറൻസ് ഓഫ് ദി ഡബിൾ ഓഫ് ദി ലാസ്റ്റ് ഡിജിറ്റ് ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് ദ നമ്പർ ഫോംഡ് ബൈ ദ റിമൈനിങ് ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 7. ഫോർ എക്സാമ്പിൾ മിക്സ് ഒരു നമ്പർ എടുക്കുകയാണ്, 607. റാൻഡം ആയിട്ടൊരു നമ്പർ എടുത്തു, 607 ആണ്, 604 അങ്ങനെ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ 343. റാൻഡം ആയൊരു നമ്പർ എടുത്തു, 343 റാൻഡം ആയിട്ട് നമ്പർ എടുത്തു. ഇത് 7നെ കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ നോക്കണം. ഇതിന് മക്കൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് ഡിജിറ്റ് ഇല്ലേ 3 എടുക്കുക, ഇതിനെ ഡബിൾ ചെയ്യാം. അപ്പൊ എന്ത് വരും? 6 എന്ന് വരും. ഈ 6നെ 34ൽ നിന്ന് മൈനസ് ചെയ്യുക. 34 - 6 എത്ര വരും? 28 വരും. ശരിയല്ലേ? 28. ഈ 28 7നെ കൊണ്ട് ഡിവിസിബിൾ ആണോ? അതായത് 7ന്റെ ടേബിളിൽ 28 ഉണ്ടോ? 28 ഉണ്ട് അല്ലേ? 7 × 4. അതിനർത്ഥം 343 7നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. 343 7നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, ഏറ്റവും അവസാനമുള്ള ഡിജിറ്റ് എടുത്തു, ഈ അവസാനത്തെ ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6 കിട്ടി. ഈ 6നെ റിമൈനിങ് 2 നമ്പേഴ്സ് ഇല്ലേ അതിൽ നിന്ന് മൈനസ് ചെയ്തു. ഈ മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്തായിരിക്കണം? 7ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ, നമ്മൾ മൈനസ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ആൻസർ 7ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഈ നമ്പർ എന്താണ്? 7നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അല്ലെങ്കിൽ 7നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. റെഡി? അപ്പൊ 7 കഴിഞ്ഞു. ഇനി 8 ഇതിലും എളുപ്പമാണ്. നമ്മൾ 4ൽ എന്താ പഠിച്ചേ? ലാസ്റ്റ് 2 നമ്പറുകൾ ആണ് ലാസ്റ്റ് 2 നമ്പറുകൾ ഡിവൈഡഡ് ബൈ 4 ആണെങ്കിൽ ആ കംപ്ലീറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണ്. ഇനി 8ന്റെ കേസിൽ വരുമ്പോഴോ ലാസ്റ്റ് 3 നമ്പർ എടുക്കണം. സിമ്പിൾ. ലാസ്റ്റ് 3 നമ്പർ എടുക്കണം. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 3 നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ അറിയോ? ഒരു നമ്പർ മിസ് കാണിച്ചു തരാം. 1716160. ഈ നമ്പർ തന്നു 17160 ഡിവിസിബിൾ ബൈ 8 ആണോ അല്ലയോ എന്ന് അറിയണം. അപ്പൊ മക്കൾ എന്താ ചെയ്യണ്ടേ? ലാസ്റ്റ് 3 നമ്പർ എടുക്കുക. 160 ഡിവൈഡഡ് ബൈ 8 പോകും, 20 ആണ് ആൻസർ. 160 ഡിവൈഡഡ് ബൈ 8 20 ആണ്. ഈ 3 നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തറിയാം? ഈ കംപ്ലീറ്റ് നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇനി 9ന്റെ കേസിലേക്ക് വരിക. 9ന്റെ കേസിൽ നമ്മൾ 3യുടെ കേസിൽ എന്തായിരുന്നു പറഞ്ഞത്? 1 2 3 1 2 3 ഡിവിസിബിൾ ബൈ 3 ആണോ? നമ്മൾ എങ്ങനെയാ നോക്കിയത്? സം എടുത്തു അല്ലെ? 1 + 2 + 3 എടുത്തു, 6 കിട്ടി. 6 ഡിവൈഡഡ് ബൈ 3 ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഡിവൈഡഡ് ബൈ 3 ഓക്കെ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സം എടുക്കും. സം എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു നമ്പർ എടുക്കുക, 236. യെസ്, 249 എടുത്തു എന്ന് വിചാരിക്കാം. 249 വേണ്ട, 249 വേണ്ട. ഏതെടുക്കാം? ഓക്കെ, 819. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 9 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 9 ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ 3ന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ 8 + 1 + 9 ചെയ്യാം, 18 കിട്ടും. ഈ 18 എന്ന് പറയുന്ന 9ന്റെ ടേബിളിൽ ഉണ്ടോ? ഓഫ് കോഴ്സ് അല്ലേ? 9 × 2 18 അല്ലേ?
ഉണ്ട്. അതിനർത്ഥം ഇത് പോസിബിൾ ആണ്. അത്രേ കാര്യമുള്ളൂ. സം എടുക്കുക, 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. അടുത്തത് 10ന്റെ ദ വൺസ് പ്ലേസ് ഈസ് 0. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയാൽ 10ന്റെ മൾട്ടിപ്പിൾ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഈ 0 ആവും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി 11ന്റെ കേസ് വരുവാണെങ്കിലോ, 11ന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് നമ്പർ എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് നമ്പർ, അല്ലെങ്കിൽ ഒരു നമ്പർ കൂടി എടുക്കുക. ഇങ്ങനെയാണ് നമ്പർ എന്ന് വിചാരിക്കുക. ഇത് ഡിവൈഡഡ് ബൈ 11 പോസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം മക്കള്? ആദ്യം ഈ പൊസിഷനിലെ നമ്പേഴ്സ് 5, 3, 1, 1, 3, 5 ഇവരുടെ സം എടുക്കുക. 1 + 3 + 5. രണ്ടാമത് ആരുടെയൊക്കെ സം എടുക്കണം? രണ്ടാമത് 2ന്റെയും 4ന്റെയും സം എടുക്കുക. 2 + 4. ഇവിടെ 9, ഇവിടെ 6. ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യുക. 9 - 6 എത്രയാ? 3 ആണ്. ഈ കിട്ടിയിരിക്കുന്ന ആൻസർ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ന്റെ ഡിവിസിബിൾ ആയിരിക്കണം. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ കിട്ടുന്ന അവസാനം കിട്ടുന്ന ആൻസർ ഒന്നെങ്കിൽ 0 കിട്ടണം അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരുമോ? ഓഫ് കോഴ്സ് കാണിച്ചു തരാലോ. എടുക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 1331. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. മിസ് ഇവിടെ 1331 എടുത്തു. ഇവിടെ നോക്കുക, 1ഉം 3ഉം 1 + 3 4. പിന്നെ ആരാ ചെയ്യണ്ടേ? 3ഉം 1ഉം 1 + 3 4. 4 - 4 എത്രയാണ്? 0. കണ്ടോ? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ. അങ്ങനെയാണെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ക്ലിയർ? ഇനി ലാസ്റ്റ് 12ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 6ന്റെ പറഞ്ഞ പോലെ തന്നെ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. റെഡി? അപ്പൊ ഇത് കുറച്ച് ലെങ്തി ആയി പോയി. പക്ഷെ എന്ത് ചെയ്യുക, മക്കള് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ സെറ്റായി പഠിച്ചെടുക്കാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.